എടാ പയ്യെ കഴിക്കുക, സിരസി കയറാതെ. പയ്യെ കഴിച്ചാലേ അവരവരെ പാട്ടിന് പോവും. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജാനകിയേ, അവൻ എങ്ങോട്ടാ പോയത്? അവൻ ടൂറ് പോയേക്കുവാ. അതെയോ? എവിടേക്കാ? അറിയില്ല. രാവിലെ പോയാ രാത്രി 10 മണിയാകുമ്പോ വരുന്നാ പറഞ്ഞേ. കാശൊക്കെ ഒരുപാടാകൂലേ? ആ പുള്ളിക്ക് കുടുംബത്തിലെങ്ങാനും ഇരുന്നാ പോരെ ഈ കാശില്ലാത്ത സമയത്ത്? കാശൊക്കെ അവന്റെ കൂട്ടുകാരെടുത്തോളാന്നാ പറഞ്ഞത്. നല്ല പിള്ളേരാ അവന്റെ ചങ്ങാതിമാര്. അല്ലെങ്കിൽ പിന്നെ ആദ്യമായിട്ട് അവൻ ടൂറ് പോണത്. എത്ര നാളത്തെ ആഗ്രഹമാ. ശരിയെന്നാ, ആ തൂമ്പയിങ്ങ അന്നേ, ഞാൻ പോട്ടെ. അപ്പൊ എങ്ങനെയാ ചണ്ടാ, വിട്ടാലോ നമുക്ക്? എടാ, ശ്രീനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനും വരുന്നുണ്ട് നമ്മുടെ കൂടെ. അവനിപ്പോൾ എത്തും, എന്നിട്ട് പോയാൽ പോരെ? നിനക്ക് വേറെ പണിയൊന്നുമില്ല അനന്തു. എൻ്റെ ബൈക്കിൽ കയറ്റാൻ പറ്റില്ല കേട്ടോ. 5 പൈസ ഇല്ലാതെ വരും. ബാക്കിയുള്ളവൻ കാശിറക്കണം. എടാ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതിയെന്ന്. അവനെ കൊണ്ടുപോകുന്ന നേരത്ത് എൻ്റെ അമ്മാവൻ്റെ അവനെ കൊണ്ടുപോയാ അവൻ നമ്മുടെ കാശ് കൂടി എടുത്തോളും. ആ, അങ്ങനെയാണെങ്കിൽ അവനെ വിളിക്കടാ. വെല്ലോന്റെ കാശിൽ ട്രിപ്പ് പോകാൻ വളരെ സുഖമുള്ള കാര്യമില്ലേ? എടാ, എന്നാലും എടാ, അവനതൊക്കെ പറയും. നീ വണ്ടി എടുത്ത്. ആ, ആരത്? ചീനിയോ? എന്താ എത്ര രാവിലെ തന്നെ? നിന്റെ ബട്ടൺസൊക്കെ ഇറങ്ങിക്കിടക്കാണല്ലോ. ഇവൻ്റെയൊക്കെ ഒരു കാര്യം. തന്താനോ 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 തന്തീനോ തന്താനോ തന്താനോ തന്തിന്താനോ തന്താനോ 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 തന്താന തന്താന വിണ്ണിലെ പൊൻകൂടം ചാഞ്ഞുമെല്ലേ മോഹത്തിൻ മൺകൂടം വീണുടഞ്ഞു. അറിയാത്ത പൊരുൾ തേടി അലയുന്നു മാനസം ഇരുൾ വീണിടുന്നൊരു സന്ധ്യയിലും. ഓ ആ, നീയോ? രാത്രി 10 മണിയാകുമ്പോ വരുമെന്ന് പറഞ്ഞിട്ട്. നേരത്തെ പോന്നു, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് നന്നായി. പിന്നെ ടൂറൊക്കെ എങ്ങനെയുണ്ടായി? അമ്മേ, കുറച്ച് വെള്ളം. ഇതാ വരുന്നു. അപ്പൂപ്പ, വിശേഷമൊക്കെ പറയും മോനെ. നല്ല യാത്രാക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ, ബാക്കിയൊക്കെ നാളെ പറയാം. എന്തു പറ്റി? കാശൊന്നും ചെലവാക്കിയില്ലേ? അവരെനിക്കൊന്നും ചെലവാക്കിച്ചില്ല. നമ്മുടെ അവസ്ഥ അവർക്കറിയാലോ. നാളെ കടലിൽ കത്തി വെക്കാം.
അരിയും മണ്ണെണ്ണയും. നീ കറങ്ങാൻ പോയി പറഞ്ഞിട്ട് എവിടെയൊക്കെ പോയി? ഈ ചെറുക്കൻ എന്ത് പറ്റിയാവോ? ആ ദേ പോണു ഇങ്ങോട്ട് വാടാ. ദാ കരിഞ്ഞുണ്ണിയാ ഇങ്ങോട്ട് വന്നേ. ബാ, ബാ, ബാ. അവനെ അങ്ങനെ വിളിക്കാമോടാ, അവനെ അപ്പാക്കാളേന്ന് വിളിക്കടാ. എടാ കാളേന്നും പോത്തുനിന്നും വിളിക്കാൻ പറ്റിയൊരു മോന്തയുണ്ടവന്. ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സോറിടാ, അത് കുഴപ്പമില്ലടാ, ഞാൻ പോട്ടെ. ഡാ നിന്നെ നോക്കി ഞങ്ങൾ എത്ര നേരം ഇരുന്നു എന്നറിയോ? എന്താന്നറിയില്ല, ഇവ ഇല്ലാത്തോണ്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല. എന്ത് അത് ശരിയാട്ടോ, കളിയാക്കാൻ ആരും ഉണ്ടാകണടാ. വേടാ ഇതെന്തോന്ന് മണ്ണെണ്ണാ? എടാ ഇവനങ്ങ് മണ്ണെണ്ണ ഒഴിച്ച് കുളിപ്പിച്ചാലാ? എന്ത് അങ്ങനെ പറയരുത്. നീ എങ്ങടെ ആരക്കണ നീ പോണേ? എടാ വിടടാ, പ്രാക്ക് കേസാണ്. ആ എന്നാ ശരിയടാ വെച്ചോ. ആ അനുമോളെ, എവിടെ പോകുന്നു? കുറെ നാളായാലേ കണ്ടിട്ട്. ഞാനിടയ്ക്ക് തന്നെ ഉണ്ട്. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. എന്റെ സ്വന്തത്തിലൊരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. ആണോ? നല്ല കാര്യം. അതെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. എന്റെ അനന്തു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ കുടിയൻ ചെല്ലപ്പന്റെ മകനായിട്ട് കൂട്ടുകൂടരുതെന്ന്. പറഞ്ഞ കേക്കണ്ടാട്ടോ. അതിനെന്താ കുഴപ്പം? അവനെ കാണാൻ ഭംഗിയില്ലാത്തോണ്ടല്ലേ അമ്മ എങ്ങനെ പറയണേ? ഓ, കൂട്ടുകാരനെ പറഞ്ഞപ്പോ എന്തൊരു വിഷമം. ഇന്നും വന്നിണ്ടായിരുന്നു എൻ്റെ അടുത്ത് ആ കരിമ്പൂതം. അനന്തു, ഞാൻ വേഗം ഒഴിവാക്കി വിട്ടു. ആരെങ്കിലും കണ്ടാ പിന്നെ കളിയാക്കും, നിനക്കാരെയും കിട്ടിയില്ലേന്നും പറഞ്ഞ്. ഹലോ. ആ ആ ആ ഹലോ. ആ എടാ സണ്ണി, നീ എവിടെയാ? നീ ഒന്ന് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ചെല്ലണം. എൻ്റെ പെങ്ങളവിടെ തലകറങ്ങി വീണ് കിടക്കാണ്. ആ പെണ്ണിനെന്തിനു പറ്റിക്കഴിഞ്ഞ തലയിലാവല്ലോ. ഏയ് അഭിലാഷ്, എന്റെ വേറെ ദൂരം മാറിയല്ല. ആ ചെക്കൻ എന്തെങ്കിലും പറ്റി കാണുവോ? എടാ നീ എന്തിനാ എൻ്റെ ഇടയ്ക്ക് കയറിയേ? ഞാനതെങ്ങനെയും ഒത്തുതീർപ്പാക്കില്ലായിരുന്നോ? ഇതിപ്പോ ദേ ആ ചെറുക്കനെല്ലാം സംഭവിച്ചാ പിന്നെ എന്നെ ഒന്നിനും നോക്കണ്ട. ഡാ, ഞാൻ നിനക്ക് വേണ്ടി എനിക്കൊന്നും കേൾക്കണ്ട.
അളിയാ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. എടാ നീ പോവാണോ? എടാ ഞാനുണ്ട്. എടാ എൻ്റെ പെങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഈ അവസ്ഥയിൽ ഞാൻ എടാ പിന്നെ കാണാം. സണ്ണി ഹേ വധശ്രമത്തിന് യുവാവ് അറസ്റ്റിൽ. ഇത് നമ്മുടെ ജാനകിയുടെ മോനല്ലേ ശ്രീനി? ശ്രീനി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എനിക്കൊരു കയ്യബദ്ധം പറ്റി. നിനക്കറിയാലോ എൻ്റെ പെങ്ങൾ ഹോസ്പിറ്റലാണെന്ന്. എടാ വീട്ടിലാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ വീട്ടിലില്ല. ഈ ഒരു അവസ്ഥയിൽ നീ അല്ലാതെ വേറെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ. എടാ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അതെല്ലാം ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡാ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. എൻ്റെ അവസ്ഥ. ആ ദേ വരുന്നു. അളിയോ അന്നത്തെ കേസ് അങ്ങ് രക്ഷപ്പെട്ടു അല്ലേ? അവൻ മണ്ടനായ കാരണം നീ രക്ഷപ്പെട്ട്. അതൊക്കെ പോട്ടെ, വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് ഇപ്പൊ എന്താ പരിപാടി? നീ പറയും പോലെ പരിപാടി. ആ നീ കേറ്.